നമുക്കൊരു 40 മിനിറ്റ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വിട്ടാലോ. അതെങ്ങനെ ഉണ്ടാവും? വായോ. ബോർഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്ട. നമ്മൾ അതിരാവിലെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടാ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂരും നേരെ ഹൈദരാബാദിലേക്കാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് കേട്ടോ. ഈ പ്രാവശ്യം ഇവിടുത്തെ ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റിയില്ല, കാരണം സമയം കുറച്ച് കുറവായിരുന്നു. ഞങ്ങൾ പുറത്ത് ചാടിക്കാൻ കയറിയപ്പോഴും സമയമൊക്കെ ഞങ്ങൾ പോയി കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറാന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അതുകൊണ്ട് ഈ പ്രാവശ്യം ലോഞ്ച് മിസ്സായി. അതിരാവിലെ ആയിട്ടും തിരക്കുറവായിക്കോന്നുള്ള മൂഡിലാണ് ചെന്നെങ്കിലും നല്ല തിരക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കൗടായിരുന്നു എയർപോർട്ട് ഫുള്ള്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനാണ് കേട്ടോ. നേരത്തെ സീറ്റ് പിടിച്ച് അല്ലേ? സത്യത്തിൽ ഈ സീറ്റ് എൻ്റെ അല്ല കേട്ടോ. ഞാൻ ഇവരെ അടിച്ചു മാറ്റിയതാണ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ശരി, നല്ല മനസ്സൊന്നും എനിക്ക് കിട്ടുകയും ചെയ്തു. കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോവാണ്. പിന്നെ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിലേക്കോട്ടോ. കാണാൻ കാഴ്ചകൾ ഈ സൈഡ് ഗ്ലാസ്സിലൂടെ നോക്കുമ്പോഴേ വിമാനത്താവളം അങ്ങനെ വിജൃംഭിച്ച് കിടക്കുവാണ്. അത്യാവശ്യം കുറച്ച് ഫ്ലൈറ്റ്സ് ഒക്കെ അപ്പുറം കിടക്കുന്നതാണ് കേട്ടോ. പിന്നെ അതെ, ഈ കാണുന്ന സാധനം സേഫ്റ്റി മാനുവലൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ടെൻഷനാവും. അത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അവരെങ്ങനെയാണ് ഇതെന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടുന്നതിനെ കുറിച്ചും വിവരിക്കുമ്പോഴേക്കും പൂർത്തിയാവും. സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഫ്ലൈറ്റ് തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു എയർപോർട്ടിൻ്റെ വ്യൂ കാണാം കേട്ടോ. അത്യാവശ്യം കുറച്ച് ഫ്ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. രാവിലെ ആയിട്ട് സൂര്യൻ അങ്ങനെ അരിച്ചിറങ്ങുന്ന ആ ഒരു കാഴ്ചയും കാണാം കേട്ടോ. ഇനി നമുക്കേ ഫ്ലൈറ്റിൽ ചായയുടെയും ലിക്കറിൻ്റെ ഒക്കെ റേറ്റ് നോക്കാം കേട്ടോ. ചേട്ടാ വേറെ 200 അതിൻ്റെ അമ്മയ്ക്ക് 250 ml ശിവാസ് ശിവാസ് 50 ml ഉണ്ടാ 600. വെക്കാടി ഉണ്ട്, റെഡ് ലേബിൾ, പിന്നെന്താണ് കാശ്മീർ. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ നേരെ ബാംഗ്ലൂർ ഇറങ്ങാൻ പോകാം. അവിടെ നിന്ന് വേണം അടുത്ത ഫ്ലൈറ്റ് എടുക്കാനുണ്ട്, ഹൈദരാബാദിലേക്ക് പോകാനുണ്ട്. ശരിക്കും നമ്മൾ കൊച്ചിയിൽ നിന്ന് ഫ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 40 മിനിറ്റ് മതി കേട്ടോ ശരിക്കും ബാംഗ്ലൂർ എത്താനുണ്ട്. ഞാൻ ശരിക്കും നോക്കിയിരുന്നു, 40 മിനിറ്റ് ഏകദേശം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെവിയാണ്, കാരണം 4000 ഏക്കറിലാണ് ഈ കാണുന്ന എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത പരിപാടി എടുക്കുക. നമ്മുടെ ലഗേജൊക്കെ നേരിട്ട് ഹൈദരാബാദിൽ എത്തോട്ടോ. നമ്മൾ ഇനി അടുത്ത് വന്നിട്ട് 10:30 10:45 ഇനി ഹൈദരാബാദിലേക്ക് ഫ്ലൈറ്റ്. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് പിടിക്കാനുള്ള നടത്തിലാണ്. നല്ല വലിയൊരു എയർപോർട്ടാണ്. ഹൈദരാബാദിലേക്കുള്ള പരിപാടിയിലാണ് ഇവിടെ. D12 ആണ്, അപ്ഡേറ്റ് ആയിട്ടില്ല. ഹൈദരാബാദിലേക്കുള്ള യാത്രയിലാണ്. ടൈം എടുക്കോടാ ഈ ഇവിടെ കെമ്പകോടിയിൽ. എൻ്റെ പോലെ ഞാൻ സമയം പോയി കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ട് ടൈം കിട്ടുമെന്നൊരു പേടിയുണ്ടായിരുന്നു. 10:05 ബോർഡിംഗ്. ഈ ബാംഗ്ലൂർ എയർപോർട്ട് കണക്ഷൻ പിടിച്ചു വരുന്ന ആളാണെങ്കിൽ ലേ ഓവർ അധികം ഇല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. കാരണം സെക്യൂരിറ്റി ചെക്കിങ് ശരിക്കും വെറുപ്പിക്കുന്ന ടൈപ്പാണ്, ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹൈദരാബാദ് കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.